സാമ്പാർ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെടുക്കാം. ഇവിടെ 2-3 ചെറിയ സവാള, 2 തക്കാളി, 2 ക്യാരറ്റ്, ഒരു 5-6 ചേമ്പ്, 2 കഷ്ണം വെള്ളരിക്ക, കുറച്ച് വെണ്ടയ്ക്ക, 2 വഴുതനങ്ങ, കുറച്ച് പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. കടുക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള വറ്റൽമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ, കടുക്, ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് 1/2 കപ്പ് തുവരപ്പരിപ്പാണ് ചേർക്കുന്നത്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി വെണ്ടയ്ക്ക ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ പച്ചക്കറികളും ചേർത്ത് കുക്കറിൽ നന്നായിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് 3-4 ചെറിയ വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. തുവരപ്പരിപ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിൽ വെച്ച് വെണ്ടയ്ക്ക ഒഴിച്ച് എല്ലാ പച്ചക്കറികളും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് 3-4 ചെറിയ കഷ്ണം വെളുത്തുള്ളി ചേർക്കാം, 4-5 പച്ചമുളക്, ഒരു സവാള, വഴുതനങ്ങ, ക്യാരറ്റ്, വെള്ളരിക്ക, ഒരു 5-6 ചേമ്പ്, 2 തക്കാളി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് അടുത്ത അടുപ്പിലേക്ക് മാറ്റി വെച്ച് വറുത്ത് പൊടിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കാം. സാമ്പാറിന് എത്ര കട്ടി വേണം അതനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് വെള്ളം ചേർക്കുന്നില്ല. എത്ര വെള്ളമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. 1 സ്പൂൺ എണ്ണ ഒഴിച്ച് വറ്റൽമുളക് വറുത്തെടുക്കാം. ഒരു 8-9 വറ്റൽമുളക്. എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളകിൻ്റെ അളവ് കൂട്ടുക കുറയ്ക്കുക. ഒരു ടേബിൾ സ്പൂൺ മല്ലിയാണ്. മല്ലി ചെറുതായിട്ടൊരു കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളകുമാണ് ചേർക്കുന്നത്. നല്ല ഒരു മൂത്ത മണം വരുന്നത് വരെ ഫ്ലെയിം കുറച്ച് വെച്ച് വറുത്തെടുക്കണം. പിന്നീട് ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ തുവരപ്പരിപ്പ്, 1 ടീസ്പൂൺ കടലപ്പരിപ്പുമാണ്. അത് നല്ലൊരു മണം വരുന്നത് വരെ, ചെറിയൊരു ചുവന്ന കളറാവുന്നത് വരെ വറുത്തെടുക്കണം. ഇതെല്ലാം വറുത്തെടുത്തതിന് ശേഷം വെണ്ടയ്ക്ക, അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വഴറ്റിയെടുക്കാം. വേവിച്ച പച്ചക്കറിയിലേക്ക് പിന്നീട് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. 1 ടീസ്പൂൺ ഉഴുന്ന്. ഇത് നല്ലൊരു റോസ്റ്റഡ് മണം വരുന്നത് വരെ വറുക്കണം. ഇതിന് എണ്ണ ഒഴിക്കാതെ തന്നെ മൂപ്പിച്ചെടുക്കാം. വറ്റൽമുളക് എപ്പോഴും കുറച്ച് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ഒരു മണം വരുന്നത്. ഒരു ടീസ്പൂൺ കടലപ്പരിപ്പാണ്. നല്ലൊരു മണം വരുന്നത് വരെ ഇതും വറുത്തെടുത്തതിന് ശേഷം തുവരപ്പരിപ്പ് വറുത്തെടുക്കും. എല്ലാം ഒരുമിച്ചിട്ട് വറുത്തെടുക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും ഓരോന്നായിട്ടിട്ട് വറുത്തെടുക്കുന്നതാണ്. ഒരു ടീസ്പൂൺ തുവരപ്പരിപ്പ് ഇതും വറുത്തെടുത്ത് തണുക്കാനായിട്ട് മാറ്റി.
വറുത്തെടുത്തതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ആ പരിപ്പും പച്ചക്കറിയൊക്കെ നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന സാമ്പാർ പൊടി ചേർക്കാം. പിഴിഞ്ഞെടുത്ത പുളിവെള്ളവും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരണം. നന്നായിട്ട് മസാലയൊക്കെ അതിനകത്തേക്ക് പിടിക്കണം. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്ത് വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. സാമ്പാർ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ചേർക്കാം. സാമ്പാറിൽ എപ്പോഴും മല്ലിയിലയുടെ ഫ്ലേവറാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. മല്ലിയിലയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടുത്ത അടുപ്പിലേക്ക് മാറ്റി കടുവറുക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കടുവറുത്ത് ഇതിനകത്തേക്ക് എണ്ണയോടുകൂടി ഒഴിക്കാം. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വറ്റൽമുളകും കറിവേപ്പിലയും ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്ത് എണ്ണയോടുകൂടി സാമ്പാറിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കായത്തിൻ്റെ പൊടി ചേർക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് എണ്ണയോടുകൂടി സാമ്പാറിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം.